ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അവൻ്റെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഷിജി. ഇതെൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നത് ഈ സാക്ഷ്യം പറയാനും നാളെ നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/3/2024 ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് 17 വർഷം മുൻപ് മരിച്ചുപോയി. ഞാനും മോനും മാത്രമേ ഉള്ളത്. അപ്പോൾ അവന് +2 കഴിഞ്ഞിട്ട് അവൻ്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. +2 കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ അവന് അഡ്മിഷന് വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ശേഷം ഞാൻ മോനും കൂട്ടി UK-ക്ക് തിരിച്ചു പോയി. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അവിടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടേണ്ടതെന്ന് നമുക്കൊരു ഗൈഡൻസ് തരാനോ നമുക്ക് ആരുമില്ല. കാരണം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അതിന് ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് എഴുതാനുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു അമ്മയുടെ ഒരു പ്രസൻസും ഒരു ഫീലിങ്സും നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് എക്സാംസ് എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് അമ്മ മാതാവ് പറഞ്ഞു തന്നു. പല ആൾക്കാർ ത്രൂ എക്സാംസ് എൻ്റെ മോൻ എഴുതി. അതിന് നല്ല മാർക്ക് അവന് കിട്ടി. അത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. കാരണം അവിടെ +2 കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം. അതല്ലെങ്കിൽ നമുക്കത് ലാപ്സായി പോകും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാതാവ് എല്ലാ എക്സാമിലും മോന് നല്ല മാർക്ക് നൽകി. അവൻ അവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, വെരി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോം ഫീസിൽ തന്നെ അവിടെ അഡ്മിഷന് മോന് തന്നു. ഇൻ്റർനാഷണലൊക്കെയാണ് ഫീസ് വരുമെങ്കിൽ അത് ഒത്തിരി ഫീസാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്കതെല്ലാം അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണത്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. മോൻ എക്സാമിന് പോണ സമയത്ത്, ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ അവിടെ ചെന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത്, ബിൽഡിങ്ങിന് പുറത്ത് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചു. അങ്ങനെ മോന് ആ അഡ്മിഷൻ കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. മോൻ ഇവിടെ വന്നായിരുന്നു 2 മാസം മുൻപ്. അവന് ഫ്രീ ലീവ് കിട്ടിയപ്പോൾ ഞാനും മോൻ ഇവിടെ വന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷെ അന്ന് തിരക്ക് പിടിച്ച് വന്നുകൊണ്ട് ഞാൻ ഉടമ്പടി പത്രം എടുത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് അന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കാതിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പച്ചന് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. 3-4 കൊല്ലമായിട്ട് അപ്പച്ചന് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമുണ്ട്. നമ്മൾ ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, സർജറി നടത്താൻ പറ്റിയില്ല. കാരണം അപ്പന് 80 വയസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ശക്തമായിട്ട് മാതാവിന് പ്രാർത്ഥിച്ച് ഒരുപാട് കൊന്തകൾ ചൊല്ലി രാത്രിയും പകലൊക്കെയും അതിൻ്റെ ഫലമായിട്ട് അപ്പന് അത് മെഡിസിൻ കഴിച്ച് മാറുന്ന തരത്തിലാക്കി മാതാവ് ആ അസുഖം ഭേദപ്പെടുത്തി തന്നു. അമ്മയ്ക്കും തിരുക്കാരും കൊടാനുകൂടി നന്ദി. 3ാമത്തെ സാക്ഷി ഞാനിവിടെ വെക്കാത്തതാണ്. ഞാൻ 22 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഹസ്ബൻഡ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ എൻ്റെ റെൻറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മോട് ഞാൻ ചോദിച്ചില്ല, എന്നാലും കൂടെ തന്നെ അമ്മ ഒരു നമുക്ക് സ്വന്തമായിട്ട് ഒരു നല്ലൊരു വീട് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ എവിടെ പോകുമ്പോഴും കൊന്ത ചൊല്ലിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീട് കാണാൻ പോയപ്പോൾ ആ വീടിന് ഗേറ്റിൽ മാതാവ് കൊന്ത തൂങ്ങി കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു അടയാളമായിട്ട് ഞാനവിടെ ഇതൊക്കെയും ഈ കൊന്ത ഒരു ഗേറ്റിൽ കാണുന്ന അവിടുത്തെ വീടുകളിലൊക്കെയും വളരെ അസാധാരണ. അവിടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട്. പക്ഷേ ആ കൊന്ത കണ്ടപ്പോൾ എനിക്ക് ഒരു വിശ്വാസമായി, മാതാവ് ആ വീട് ഞങ്ങൾക്കാണ് തരുന്നതെന്ന്. അങ്ങനെ ആ വീട് നമുക്ക് സ്വന്തമായിട്ട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 4ാമത്തെ എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്ക് നാട്ടിൽ കടമുറിയുണ്ട്. അവിടെ വാടകക്കാർ റെഗുലറായിട്ട് നമുക്ക് റെൻറ്റ് തരാറുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചാൽ അങ്ങനെ പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ റെൻറ്റ് തരാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അവർ റൂം വെക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോയി. പിന്നെ നമുക്ക് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നല്ല വിലയ്ക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അത് നമുക്ക് വിൽക്കാനും സാധിച്ചു. പിന്നെ ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മരിച്ച അന്ന് മുതൽ എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. കാരണം ഞാനും മോൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് എപ്പോഴും ടെൻഷനാണ്. നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഞാനിപ്പോഴും മാതാവിനോട് ഉടമ്പടി എടുത്ത ഫലമായിട്ട് മാതാവിനോട് സംസാരിക്കാനും എനിക്ക് എങ്ങനെ മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഒരു ഗൈഡൻസും ഒരു സപ്പോർട്ടും നമുക്ക് എപ്പോഴും എൻ്റെ കൊച്ചു കാര്യത്തിലാണെങ്കിൽ പോലും മാതാവ് നമ്മുടെ കൂടെ ഉള്ള ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മകൻ അതുപോലെ തന്നെ
ഞാൻ കാലത്ത് എണീക്കുമ്പോൾ ഞാനും മകനും കൂടെ കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അവന് സാക്ഷ്യങ്ങൾ റെഗുലറായിട്ട് അവനും അയച്ചു കൊടുക്കാറുണ്ട്. അവന് പരിചയമുള്ളവർക്ക് വാട്സപ്പ് വഴി അയക്കാറുണ്ട്. വൈകുന്നേരം ഈവനിങ് പ്രയറും അവൻ കൂടാറുണ്ട്. ഇവിടെ നാട്ടിൽ വരുമ്പോൾ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ പേഷ്യൻസിനോട് നന്നായിട്ട് പെരുമാറാനും എത്ര സ്ട്രെസ് ആണെങ്കിലും അവരെ കേൾക്കാനും അവരോട് ക്ഷമയോടുകൂടി പെരുമാറാനും സാധിക്കാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ പോയിട്ട് അവരെ കാണാനും അവരെ മുറികളൊക്കെയും ക്ലീൻ ചെയ്യാനും കൂടാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇംഗ്ലീഷും മലയാളം പത്രങ്ങൾ വാങ്ങിക്കും. അവിടെ പോയിട്ട് അവിടെയുള്ള മലയാളികൾക്കെല്ലാം ഇത് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാർക്ക് ഇത് മിറാക്കിൾ ന്യൂസ് പേപ്പർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഈ ന്യൂസ് പേപ്പർ പത്രം കൊടുക്കാറുണ്ട്. വിശേഷവിധമായിട്ട് അച്ഛൻ പറയുന്ന പോലെ ചെയ്യുന്നത് ഇപ്പോൾ കൊന്തമാസമാണ്. ഞാൻ മാതാവിൻ്റെ റോസറി പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ വീടുകളും അവിടെയുള്ള എല്ലാ വീട്ടിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞാൻ മരിയൻ മിഷനറിയാണ് എന്ന് പറഞ്ഞ് റോസറിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയും തിരുക്കുവാനും അതിന് എനിക്ക് വേണ്ടി എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുവാരനും കോടാനുകൂടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് വളരെയധികം കാര്യങ്ങൾ നടന്നു കിട്ടിയത്. എനിക്ക് ഓപ്പറേഷൻ കൂടാതെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ രോഗം മാറാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായി ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടേക്ക് വരാനായിട്ട് അനേകം മക്കൾക്ക് വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അവർ മാതാവിൻ്റെ വിശ്വാസത്തിൽ അനുഗ്രഹത്തിൽ ലാഭിച്ചുകൊണ്ട് നല്ലവരായി ലഭിക്കാൻ അവർക്കതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഇട തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം അരുളി ചെയ്യുന്നു: ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും, അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു. ഷിജി മാത്യു തൻ്റെ അപ്പച്ചൻ്റെയും തൻ്റെയുമൊക്കെ കാര്യങ്ങൾ ഈ മകള് ഇവിടെ സാക്ഷ്യമായിട്ട് പങ്കുവയ്ക്കുന്നു. ഭർത്താവിൻ്റെ വിയോഗം അത് തനിക്ക് താങ്ങാനാവാത്ത ഒരു വലിയ മലയായിട്ട് തൻ്റെ ജീവിതത്തിൽ മാറിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് ഉന്മേഷമുള്ള വ്യക്തിയാക്കി ഈ മകളെ മാറ്റിയത്, അതാണ് ഇന്ന് ഷിജി ഇവിടെ വന്നതെന്ന് പറയുക. 2 മാസം മുൻപ് ഇതേപോലെ ഓടി വന്നതാണ് അമ്മയുടെ തിരുനടയിൽ തൻ്റെ മകനുമൊത്ത് സാക്ഷ്യം പറയുവാൻ. എന്നാൽ ഉടമ്പടി പത്രം അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഉടമ്പടി സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അതാണ് നമ്മുടെ രേഖാ പേപ്പർ. നാം ഉടമ്പടി എടുത്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. അപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിൽ അന്ന് ഈ മകൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് വീണ്ടും UK നിന്നാണ് വരിക. അവിടെ 2 മാസം മുൻപ് വന്നുപോയി. വീണ്ടും അമ്മയോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ ഇന്ന് ഈ മകൾ ഇവിടെ വന്നു നിന്ന് തനിക്ക് എങ്ങനെ തൻ്റെ മകന് കൂടുതൽ വിശ്വാസമുള്ള വ്യക്തിയായി ആ മകനെ മാറ്റുവാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു. ഇന്ന് തൻ്റെ അപ്പനും അമ്മയും ഭർത്താവും എല്ലാമായിട്ട് എങ്ങനെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ഇന്ന് ഷിജി ഇവിടെ പങ്കുവയ്ക്കുക. അങ്ങനെ മകന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഫീസ് അത്രയും വളരെ ബാധ്യതകൾ നിറഞ്ഞ ഒരു ഫീസാണ്. എന്നാൽ അതുപോലും അവിടെ കൊടുക്കേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ മകൻ അവിടെ സീറ്റ് ലഭിക്കുകയാണ്. മെഡിസിന് സീറ്റ് ലഭിക്കുന്നു. ആ മകൻ അമ്മയെപ്പോലെ തന്നെ അമ്മയുടെ വാക്ക് കേട്ട് ഉടമ്പടി ജീവിതം ആ മകനും നയിക്കുന്നു. അങ്ങനെ അതുപോലെ തങ്ങൾക്കൊരു വീട് ലഭിക്കുന്നു. താൻ എങ്ങനെയാണ് ഒരു മരിയൻ മിഷണറിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, അതായത് മറ്റുള്ളവരത് മനസ്സിലാക്കണം തൻ്റെ ജീവിതത്തിലൂടെ. അതിനു വേണ്ടിയിട്ട് ഇന്ന് തനിക്ക് ഓഫ് കിട്ടുമ്പോഴൊക്കെ ഈ നേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ഈ മകൾ ഇവിടെ പറഞ്ഞു. ഒരു ഓഫ് കിട്ടിയതല്ലേ, ഇന്ന് ഒരു ദിവസം വീട്ടിലിരിക്കാമെന്നല്ല,
ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് തീഷ്ണതയോടെ ഓടി നടക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഈ മകള് ഇന്ന് അങ്ങനെ മരിയൻ മിഷണറി ആയിട്ട് എങ്ങനെ മാറുന്നു. അതുപോലെ തൻ്റെ വീട് തനിക്ക് കിട്ടുമ്പോൾ അവിടെ ഒരു റോസറി ഉണ്ട്. ഈ മകൾക്ക് വേണ്ടിയിട്ട് അമ്മ അവിടെ കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവണി. അത് കണ്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി, ആ UK ഇങ്ങനെ ഒരു വീടും ആർക്കും കൊടുക്കില്ല, ഇതെൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അങ്ങനെ അമ്മയുടെ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം, അതാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് അമ്മ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് നമുക്കാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് ഇന്ന് അമ്മ ഓടി നടന്ന് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അതുപോലെ തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യം, അപ്പച്ചൻ 80-ാം വയസ്സിലും അപ്പച്ചൻ എന്താണ് ചെയ്യുന്നത്? അപ്പച്ചൻ ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടി വണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നു. അപ്പച്ചൻ ഏറ്റവും നല്ല ഒരു മിഷണറി ആയിട്ട് ഇന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ആ കാലഘട്ടങ്ങൾ തനിക്ക് ജീവിക്കണമെന്നുള്ള ഒത്തിരിയേറെ ഉറച്ച ഒരു ബോധ്യത്തോടെയാണ് അപ്പച്ചൻ ഇവിടെ നിൽക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.